മർത്തോമാ സഭ വിശ്വാസി പറയും ഞങ്ങൾക്ക് യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷകനില്ല, ഞങ്ങൾ അവന്റെ മുമ്പിൽ മാത്രമേ നമസ്കരിക്കാറുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഞാൻ മറ്റൊരു കാര്യം തെറ്റായിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. കൊലപാതകത്തിനേക്കാളും വലിയൊരു പാപം നിങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കല്ല, നിങ്ങൾക്ക് പിതാവായിട്ട് ഒരുവനേ ഉള്ളൂ, സ്വർഗ്ഗസ്ഥൻ തന്നെ. പാപിയും ദോഷിയുമായിരിക്കുന്ന ഒരു പുരോഹിതനെ നോക്കി നിങ്ങൾ തിരുമേനി എന്ന് വിളിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന് മാത്രമുള്ള പദവിയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ 1-ാം നമ്പർ പാപം ഇതാകുന്നു. മരിച്ചു പോകുന്ന പാപിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിന് തുല്യനാക്കി കാണുന്നതത്രേ ഈ ലോകത്തിലെ ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന പാപം. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിന്. മനുഷ്യരെ ആരെയും നിങ്ങൾ ആത്മീയമായിട്ട് വണങ്ങരുത്. യേശു ക്രിസ്തു അല്ലാതെ ആരും ആരാധനയ്ക്ക് യോഗ്യനായിട്ടുമില്ല. ഇതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി അതിനുശേഷം നിങ്ങൾ സ്നാനത്തിലേക്ക് വരണം. അതേ പ്രിയപ്പെട്ടവരെ, മാമോദീസ ഒന്ന് മാത്രമേ പാപമോചനത്തിനായിട്ടുള്ളൂവെന്ന് നിക്കിയ വിശ്വാസ പ്രമാണം ചൊല്ലി നിങ്ങൾ ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അയ്യോ, അപ്പോസ്തലന്മാര് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർത്ത് പോകുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്? ഒരുവനോട് സുവിശേഷം പറയണം, യേശു ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സാധുവർത്തമാനം പറയണം. അത് കേട്ടിട്ട് ഒരുവൻ വിശ്വസിച്ചിട്ട് അവൻ സ്വയമായിട്ട് തീരുമാനമെടുക്കണം, എനിക്ക് യേശു ക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായിട്ട് മരിക്കണം. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായിട്ട് മരിപ്പാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. യേശു ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് നമ്മളിലേക്ക് വരും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ രക്ഷിക്കുന്ന. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുന്നതാണ് പാപമോചനം, വീണ്ടും ജനനം, ബോർൺ അഗെയിൻ എന്ന് പറയുന്നത്.